RSS അടക്കം ഇപ്പം മുമ്പോട്ട് വന്നിരിക്കുകയാണ്. വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഈ അയോധ്യ കൊള്ളയിൽ. പക്ഷേ എങ്കിലും BJP നേതൃത്വം വലിയ ആശങ്കയോ ഭയപ്പാടിലൊന്നും അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പ്രതിപക്ഷം എന്ന നിലയിൽ ഉള്ളത് കോൺഗ്രസ് ആണല്ലോ. അതുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള, സുഖകരമായിട്ട് ഒതുക്കി തീർക്കാൻ പറ്റുന്ന ഒരു പ്രതിപക്ഷമായിട്ട് BJP കരുതുന്നുണ്ട്. അതുകൊണ്ട് രാമനെ കൊള്ളയടിച്ചാലും ആരെ കൊള്ളയടിച്ചാലും എന്തൊക്കെ ആരോപണങ്ങളും പരാതികളും വന്നാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന അമിത ആത്മവിശ്വാസം BJPക്ക് ഉണ്ട്. കോൺഗ്രസ് എന്തുകൊണ്ട് എങ്ങനെയായിപ്പോയത്? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രുക്കൾ അവരെ കീഴ്പ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ അധികാര കേന്ദ്രങ്ങളും തകരുന്നത് പലപ്പോഴും ആന്തരികമായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ്. ഉള്ളിൽ നിന്നാണ് അവർക്കുള്ള പ്രതിസന്ധികൾ ഉയർന്നു വരുന്നത്, പുറത്തു നിന്നല്ല. BJPയും RSSും യഥാർത്ഥത്തിൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാട് ജീർണിച്ചതാണ്. അല്ലെങ്കിൽ അവരുടെ ഇന്ത്യയിലെ ജനങ്ങളെ അവരിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച രാമൻ എന്ന് പറയുന്ന വിഗ്രഹത്തെ അവർ തന്നെ തകർത്ത് കളഞ്ഞതിൽ നിന്ന് ഉത്ഭൂതമായിരിക്കുന്ന ജീർണതയാണ് അവരുടെ പ്രശ്നവും പ്രതിസന്ധിയും. അത് എത്രത്തോളം ഉണ്ട് എന്ന് കാണാൻ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ കേരളത്തിൽ ഇതൊക്കെ കാര്യമായ രീതിയിൽ ബാധിക്കില്ല. കാരണം കേരളം രാമൻ്റെ ഒരു രാജ്യമല്ല, അതാണ് പ്രശ്നം. കേരളത്തിൽ രാമൻ കാര്യമായ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുമില്ല. അതുകൊണ്ട് കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ രാമനുണ്ടാകുന്ന പരിക്ക് അത്ര വലുതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രാമനേക്കാളൊക്കെ കേരളത്തിലെ ആളുകളെ സ്വാധീനിക്കുന്ന അയ്യപ്പൻ തന്നെയാണ്. അതുകൊണ്ടാണ് അയ്യപ്പനിൽ ഏറ്റ പരിക്ക് കൊണ്ട് CPM തകർന്ന് തരിപ്പണമായി വീണത് എന്ന് നമുക്കറിയാം. ഇപ്പം കേരളത്തിൽ രാമൻ എഫക്റ്റ് എത്ര എന്ന് ചോദിച്ചാൽ അതത്ര കാര്യമായിരിക്കില്ല എന്നാണ് ഞാനും കണക്കാക്കുന്നത്. അല്ല, ഇതിൽ പ്രധാന ചോദ്യം മാഷെ, എന്തുകൊണ്ട് BJPക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവരെന്തുകൊണ്ടാണ് തങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു വലിയ ചലഞ്ചൊന്നും അല്ല കോൺഗ്രസ്, ഒരു വലിയ വെല്ലുവിളിയായിട്ട് കോൺഗ്രസിനെയോ ഇന്ത്യ മുന്നണിയോ BJP കാണുന്നേ ഇല്ല. അതെന്തുകൊണ്ട് സംഭവിച്ചു? എവിടെയാണ് അവർക്ക് യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത്? അല്ല, അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, രാഷ്ട്രീയത്തിൽ മാത്രമല്ല, നിങ്ങൾ ഏതൊരു മത്സര രംഗത്ത് നിന്നാലും മത്സരത്തിൽ എതിരാളി പ്രധാന കക്ഷിയാണ്. എതിരാളിയിലേക്ക് പിന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം എത്ര ഉയരത്തിലും ഉയർത്തി നിർത്താം. ശക്തനായിട്ടുള്ള എതിരാളിയാണെങ്കിൽ നിങ്ങൾ പതറിപ്പോവും. കോൺഗ്രസിൻ്റെ മുന്നിൽ BJP എന്ത് ചെയ്യുന്നില്ല, പതറുന്നില്ല. അതിൻ്റെ കാരണം കോൺഗ്രസ് ഒരു എതിരാളിയാണെന്ന് അവർക്ക് തോന്നണില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൽ തന്നെയുള്ള മികച്ച സംഘാടകരും പ്രവർത്തകരുമൊക്കെ BJPയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. BJP നിർമ്മിച്ച ഇന്ത്യയിലെ പല സംസ്ഥാനത്തുമുള്ള മുഖ്യമന്ത്രിമാരെ നോക്കൂ. അതൊക്കെ ആരുടെ മുഖ്യമന്ത്രിമാരാണ്? കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരാണ്, അല്ലേ? ഹേമന്ത് ബിശ്വ ശർമ്മ അടക്കമുള്ള ആയിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്ന് BJPയിൽ എത്തിയ സമയത്താണ് അവരുടെ യഥാർത്ഥ ശക്തി അവർക്ക് പ്രകടമാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് BJP എന്ത് ചെയ്യുന്നത്, കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവരുടെ കയ്യിലിരിക്കുന്നതായിട്ടുള്ള എന്താണ്, എണ്ണമറ്റ പണം വാരി എറിഞ്ഞാൽ വീഴാത്തതായിട്ട് ഒരു കോൺഗ്രസ്സുകാരനും ഇല്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു കോൺഗ്രസ്സുകാരനെന്നല്ല, BJPക്ക് പുറത്തുള്ള ഏതൊരു രാഷ്ട്രീയ നേതാവിനെയും കാശെറിഞ്ഞ് വീഴ്ത്താം എന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവർ കാശെറിഞ്ഞ് വീഴ്ത്തുകയും ചെയ്യും. ഇതവരുടെ വലിയ ആത്മവിശ്വാസമാണ്. ലോക്സഭയിൽ ഭൂരിപക്ഷമില്ലാതെ, വേണ്ടത്ര ഭൂരിപക്ഷമില്ലാതെ അവർ കൊണ്ടുവന്ന ബില്ല് പൊളിഞ്ഞു വീണത് അവർ കണ്ടുവെന്നാണ്. എന്നിട്ട് അവരെന്താ ചെയ്തത്, നിലവിലുള്ള ആളുകളെ തന്നെ ഉപയോഗിച്ച് അവരിൽ പിളർപ്പുണ്ടാക്കി കാശ് കൊടുത്ത് അവരുടെ കൂടെ നിർത്തി ഭൂരിപക്ഷം ഉണ്ടാക്കി അവർ വരികയാണ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ ആത്മവിശ്വാസം ഒരു പാർട്ടിക്ക് ഉണ്ടാവാൻ എന്താണ് വേണ്ടത്? അതുകൊണ്ടാണ് അവർ ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. ദാറ്റ് മീൻസ് കോൺഗ്രസ് ഈസ് നോട്ട് കോമ്പറ്റീറ്റീവ്. എവിടെ രാഹുൽ ഗാന്ധി, എവിടെ അദ്ദേഹത്തെ കാണുവാനില്ല എന്നിപ്പം വീണ്ടും വാർത്തകൾ വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സംവിധാനമല്ലല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയാണല്ലോ നിലവിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. അങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ ഇടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാനില്ല. കാരണം രാഹുൽ ഗാന്ധി ഒരു അമേച്ചർ പൊളിറ്റീഷ്യനാണ്. രാജ്യം വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിലൊന്നും ചിലപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണില്ല, ഒന്നും മിണ്ടില്ല.
ഇപ്പോൾ ഈ രാമക്ഷേത്ര വിഷയത്തിൽ ഒന്നും ഈ രാജ്യത്തിൽ തന്നെ ഏറ്റവും വലിയ കൊള്ളയാണല്ലോ, ക്ഷേത്ര കൊള്ളയാണല്ലോ. വലിയ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതേന്ന് രാഹുൽ എന്ന് പറഞ്ഞ ഒരു അമേച്ചർ പൊളിറ്റീഷ്യനാണ്. ഇയാൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരൻ BJP ജയിക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് BJPക്ക് അറിയാം. ഇതാണ് അതുകൊണ്ട് BJP BJPക്ക് വലിയ ഭയമൊന്നുമില്ല. അതുകൊണ്ട് BJPക്ക് ഭയമില്ലെന്ന്. ഇല്ല, ഭയമില്ല, എതിരാളിയില്ലല്ലോ. അല്ല, എതിരാളി രാഹുൽ തന്നെ ആകണമെന്നും BJP ആഗ്രഹിക്കുന്നുണ്ടല്ലോ. വേറെ ആരെങ്കിലും ആവാനായിട്ട് രാഹുൽ സമ്മതിക്കുമോ? പിന്നെ ഇത് ഞാൻ തന്നെ മത്സരിച്ച് ഞാൻ തന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കും എന്ന് പറയുന്ന നിലക്കല്ലേ നിൽക്കുന്നത്. അതല്ലേ പ്രശ്നം. അപ്പം അതുകൊണ്ട് BJP അതിനകത്ത് ഭയപ്പാടൊന്നും ഇപ്പോൾ കരുതുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയൊക്കെ ഇപ്പം പിളർപ്പിന്റെ ഘട്ടങ്ങളിലാണ് ഇപ്പം ഇന്ത്യ മുന്നണി ഉള്ളത്. ഉത്തർപ്രദേശ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള ഇനി ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. അവിടെ കോൺഗ്രസിന് കാര്യമായിട്ടൊന്നും ചെയ്യാണ്ടാവില്ല. അഖിലേഷ് യാദവിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിഞ്ഞേക്കും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സമാജ്വാദി പാർട്ടിക്ക് മുന്നോട്ട് വരാനായിട്ട് കഴിഞ്ഞാൽ അവിടെ മാറ്റങ്ങളുണ്ടാകും. കോൺഗ്രസ് അപ്പോഴും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായി മാറുന്നില്ല. അതാണ് പ്രശ്നം. അങ്ങനെ മാറാത്തിടത്തോളം കാലം BJPക്ക് കോൺഗ്രസ് ഒരു എതിരാളി പോലും അല്ല. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ചില കോൺഗ്രസിലെ ദേശീയ നേതാക്കൾ പറയുന്നത് കേട്ടു, 2029 രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നു. അതെങ്ങനെയാണ് സാധിക്കുക? അല്ല, സ്വപ്നങ്ങൾ കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അവരങ്ങനെയുള്ള അവകാശം ഉപയോഗിച്ച് സ്വപ്നം കാണുന്നു എന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിൽ കൂടുതൽ എന്ത് സംസാരിക്കാനായിരുന്നു? ഒരു പ്ലാനോ പദ്ധതിയോ ഇല്ലാതെ എങ്ങനെയാണ് നിലവിൽ നിരന്തരമായിട്ട് കോൺഗ്രസ്സിലുള്ള പലരെയും വീണ്ടും വീണ്ടും കാശ് കൊടുത്ത് എടുത്തുകൊണ്ട് പോകുന്ന ഒരു പാർട്ടിയോട് മത്സരിച്ച് ജയിക്കുക? അസാധ്യമായ കാര്യം. പക്ഷെ ഒപ്പം അവസാനം നിർത്തുമ്പം ചോദിക്കാനുള്ള ഒരു മാഷ് പറഞ്ഞതിൽ നിന്ന് തന്നെയാണ് ചോദിക്കാനുള്ളത്. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റം കൊണ്ടുവരുമെന്ന് കോൺഗ്രസ്സിന് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. കോൺഗ്രസ്സിന് പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയില്ല. രാഷ്ട്രീയ അജണ്ട ഇല്ലാത്തിടത്തോളം കാലം അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയും ചെയ്യില്ല. എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണത്. നിങ്ങളെന്ത് ചെയ്യും? നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിന് പകരമായിട്ട് എന്ത് ബദലാണ് നിങ്ങളുടെ മുന്നിലുള്ളത്? അതിനുള്ള കരുത്ത് നിങ്ങൾക്ക് എന്താണ്? അതന്വേഷിക്കുമ്പോഴാണ് അവർക്കത് കൃത്യമായിട്ട് പ്രകടമാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവരുടെ പിന്നാലെ പോകാൻ ആളുണ്ടാവില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.